This is Alex from AI Enterprises Electrical Store. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ലഗ്രാൻഡിന്റെ സ്വിച്ചസിനെ കുറിച്ചും അതിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വീട്ടിലെ എർത്തിങ്ങിനെ കുറിച്ചാണ്. എർത്തിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു മേഖലയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എർത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എർത്തിങ്. അപ്പോൾ എർത്തിങ്ങിൽ നമുക്ക് നോക്കുമ്പോഴത്തേന് 5 ടൈപ്പ് ഓഫ് എർത്തിങ് ആണ് മേജറായിട്ടുള്ളത്. പൈപ്പ് എർത്തിങ്, റോഡ് എർത്തിങ്, ഗ്രിഡ് എർത്തിങ്, കെമിക്കൽ എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്. ഇതിനകത്ത് നമ്മൾ മേജറായിട്ട് ഈ പൈപ്പ് എർത്തിങ്ങും ഇലക്ട്രോ എർത്തിങ്ങും ആണ് സാധാരണ വീടുകളിലൊക്കെ ചെയ്യാറുള്ളത്. ചില വീടുകളിൽ നമുക്ക് പ്ലേറ്റ് എർത്തിങ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡിപ്പെൻഡ് ഓൺ ദ നമ്മുടെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എർത്തിങ് വേണ്ടത് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ആദ്യം എർത്തിങ്ങിൽ വരുന്ന എർത്തിങ് എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള ഒരു റഫ് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ എർത്തിങ്ങിൽ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു 2 മീറ്റർ തൊട്ട് 3 മീറ്റർ വരെയുള്ള ഒരു കുഴിയാണ് ആദ്യം അതിന് എർത്തിങ്ങിനായിട്ട് വേണ്ടത്. ആ കുഴിയിൽ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന എർത്തിങ് ഇലക്ട്രോഡ് ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് നമ്മൾ ഒരു ലെയർ ഉപ്പും കരിയും നമ്മൾ ഫില്ല് ചെയ്യും. അതിനുശേഷം കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ടോപ്പിൽ പിന്നെയും നമ്മൾ ഉപ്പും കരിയും ഫില്ല് ചെയ്യും. ഇങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ ഉപ്പും കരിയും ഫില്ല് ചെയ്തിട്ട് നമ്മൾ എർത്തിങ് തയ്യാറാക്കി. അപ്പോൾ നമ്മൾ പൈപ്പ് എർത്തിങ്ങിൽ നമ്മൾ എന്താ വരുന്നതെന്ന് നോക്കാം. പൈപ്പ് എർത്തിങ്ങിൽ നമ്മൾ അവിടെ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ജിഐയുടെ 1.25 അല്ലെങ്കിൽ 1.5 ഇഞ്ചിന്റെ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഇലക്ട്രോഡ് എർത്തിങ് വരുമ്പോൾ കോപ്പർ ബോണ്ടഡ് ആയിട്ടുള്ള റോഡാണ് നമ്മൾ അവിടെ എർത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കെമിക്കൽ എർത്തിങ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് നമ്മൾ അവിടെ കെമിക്കൽ എർത്തിങ് ഉപയോഗിക്കുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ കുഴിയൊന്നും അധികം താഴ്ത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാറ ഉള്ള സ്ഥലം അല്ലെങ്കിൽ മണ്ണ് കുഴിക്കാൻ പറ്റുന്ന സ്ഥലം, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് എർത്തിങ് ആണ് ചെയ്യുന്നത്. ഗ്രിഡ് എർത്തിങ്ങിൽ നമ്മൾ ജിഐയുടെ പട്ട ഗ്രിഡ് ഫോർമാറ്റിൽ നമ്മൾ എർത്തിന്റെ സർഫസിൽ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ വീടിന്റെ എർത്തിങ്ങുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഉപ്പും കരിക്കും പകരം നമുക്ക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് കെമിക്കലുണ്ട്. അത് യൂസ് ചെയ്താലും നമുക്ക് എർത്തിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എർത്തിങ് ചെയ്യണോണ്ടുള്ള ഗുണങ്ങളും ഞാൻ അടുത്തായിട്ട് പറയാം. അപ്പോൾ എർത്തിങ് ചെയ്യണോണ്ട് പല ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ഷോക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി ഈ എർത്തിങ് കൊണ്ട് സഹായിക്കും. പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ മറ്റേ ലൈറ്റ്നിങ്, ഇടിവെട്ട് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ, നമ്മുടെ ഡിവൈസസിന് നമുക്കും പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി എർത്തിങ് സഹായിക്കും. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ്, TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, വാഷിംഗ് മെഷീൻ അതുപോലത്തുള്ള ഡിവൈസസ് എല്ലാം പ്രോപ്പറായിട്ട് ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി എർത്തിങ് സഹായിക്കും. പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വോൾട്ടേജ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും ഈ എർത്തിങ് സഹായിക്കും. അപ്പൊ ഈ എർത്തിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഉപകരണം മാൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി, എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു, അതിന്റെ നമ്മുടെ ന്യൂട്രലിൽ നിന്നോ ഫേസിൽ നിന്നോ കറണ്ടിൽ എർത്ത് ലീക്കേജ് ആയിട്ട് നമ്മുടെ എക്യുപ്മെന്റ് വഴി ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഈ എക്യുപ്മെന്റ് വഴി ഒഴുകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ് ബോഡി എർത്തഡ് ആയിരിക്കും. ആ ബോഡി എർത്തഡ് എക്യുപ്മെന്റ് നമ്മുടെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന എർത്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഫോൾട്ട് കറണ്ട് ഒഴുകി നമ്മുടെ ബോഡി വഴി എർത്തിലൂടെ നമ്മുടെ ഭൂമിയിലോട്ട് ഒഴുകും. അതുവഴി നമ്മുടെ ഈ ഫോൾട്ട് കറണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ആവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ആ ബോഡിയായിട്ട് നമ്മൾ ടച്ച് ചെയ്യാൻ ഇടവന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോക്കിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പൊ ഒരു
ഒരു വീട്ടിൽ ഇപ്പൊ നമ്മൾ എർത്തിങ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ബോഡി ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ എർത്തിങ് കണക്റ്റഡ് അല്ലെങ്കിൽ ആ ബോഡിയിൽ അവിടെ ആ കറണ്ട് അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിങ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ ബോഡിയിൽ കൂടെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഈ കൂടുതൽ കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ MCB ട്രിപ്പ് ആക്കാനും സഹായിക്കുന്നതാണ്. ഈ എർത്തിങ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ MCB കഴിയില്ല. അപ്പൊ ഈ എർത്തിങ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് MCB ട്രിപ്പ് ആവുള്ളൂ. ഇത് ആൾക്കാർക്കുള്ള തെറ്റുകാരനാണ്. ഇപ്പൊ എർത്തിങ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും MCB ട്രിപ്പ് ആവുമെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് ഈ കറണ്ട് ഫ്ലോ ചെയ്ത് മാത്രമേ MCBക്ക് ഓവർഫ്ലോ കറണ്ട് ഡിറ്റക്ട് ആയി ട്രിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മള് മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇടിമിന്നലുള്ള സമയത്ത് നമ്മുടെ വീടിന്റെ മുകളിൽ എർത്ത് അറസ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ കണക്ട് ചെയ്തിരിക്കുന്ന എർത്തിന്റെ സിസ്റ്റം വഴി നമ്മളെ ഇടിമിന്നിൽ നിന്ന് ഹൈ വോൾട്ടേജ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. എർത്തിങ് സിസ്റ്റം നമ്മൾക്ക് പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഇടിമിന്നിൽ നിന്ന് വരുന്ന ഹൈ വോൾട്ടേജ് കറണ്ട് നമ്മുടെ എക്യുപ്മെന്റിലോ അല്ലെങ്കിൽ നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഡിവൈസസിന്റെ ബോർഡുകൾ കംപ്ലൈന്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതിൽ എനിക്ക് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എടുത്ത് പറയാൻ സാധിക്കുന്നത് എല്ലാവരും പറയാവുന്ന പോലെ എല്ലാവരും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നതാണ്. പക്ഷെ അത് നമ്മുടെ വീടിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് നമുക്കത് സംഭവിക്കുന്നത്. BLDC ഫാൻ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. BLDC ഫാൻ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ഇടിമിന്നൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആദ്യം BLDC ഫാൻ കംപ്ലൈന്റ് ആയി പോകുന്നു എന്നുള്ളത്. ഈ BLDC ഫാൻ എല്ലാവരും എപ്പോഴും കംപ്ലൈന്റ് ആവുന്നതുകൊണ്ടാണ് ഈ BLDC ഫാൻ എടുക്കാനൊരു ആൾക്കാരൊരു വിമുഖത കാണിക്കുന്നത്. പക്ഷെ ഈ നമ്മുടെ വീടിന്റെ എർത്തിങ്ങിന്റെ പ്രോബ്ലം കൊണ്ടാണ് ഈ BLDC ഫാൻ കംപ്ലൈന്റ് ആവുന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മുടെ TVയും ഇതുപോലെ തന്നെ BLDC ഫാൻ പോലെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. ഇടിമിന്നലുള്ളപ്പോൾ TV കണക്ട് ചെയ്യുന്ന TVയും കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ TV നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് മിക്കപ്പോഴും ഡിസ്കണക്ട് ചെയ്യുന്നതുകൊണ്ട് TVക്ക് അധികം ബാധകമാവുന്നില്ല. ഫാൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനകത്ത് ന്യൂട്രലിലൂടെ നമുക്ക് ഈ ഹൈ വോൾട്ടേജ് ഇടിമിന്നലിൽ നിന്ന് വന്ന് നമ്മുടെ ബോർഡ് കംപ്ലൈന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ നമ്മുടെ വീട്ടിലുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഈ ഇടിമിന്നലിലൂടെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ കൂടുതലും ഈ ഫാൻ ഡയറക്റ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് ഫാൻ കംപ്ലൈന്റ് ആവണമെന്നാണ് എല്ലാവരും BLDC ഫാനിനെതിരെ കംപ്ലൈന്റ് പറയുന്നത്. പക്ഷെ ആക്ച്വലി എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങൾക്കും ഇതുപോലെ കംപ്ലൈന്റ് വരാൻ സാധ്യത. നമ്മുടെ മൊബൈലിലെ ചാർജർ അങ്ങനെ ഏത് സാധനത്തിന് വേണമെങ്കിലും സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലെ എർത്തിങ് പ്രോപ്പർ ആക്കി വെക്കുക എന്നുള്ളത് ഒരു മാർഗം മാത്രമാണ് ഇതിന് മുന്നിലായിട്ടുള്ളത്. ഇപ്പൊ ഈ എർത്തിങ് നമ്മുടെ വീട്ടിൽ പ്രോപ്പർ ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ സഹായിക്കും. അപ്പൊ മൾട്ടിമീറ്ററിൽ നമ്മൾ എർത്ത് ടു ന്യൂട്രൽ കറണ്ട് എപ്പോഴും 0 to 5 വോൾട്ടിന് താഴെ ആയിരിക്കണം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 0.5 to 2 വോൾട്ടിന് ഉള്ളിലായിരിക്കണം നമ്മുടെ ഈ എർത്ത് ടു ന്യൂട്രൽ കറണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എർത്തിങ് സിസ്റ്റം പ്രോപ്പർ അല്ലെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ കറണ്ട് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ 5 വോൾട്ടിന് മേളിലോ അല്ലെങ്കിൽ 9 വോൾട്ട് 10 വോൾട്ട് ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ എർത്തിങ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈനിൽ എന്തെങ്കിലും ഒരു ന്യൂട്രൽ ലീക്കേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് പ്രോപ്പർ ആക്കി വെച്ചാൽ മാത്രമേ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇത് പ്രോപ്പർ ആക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ കൂടുതൽ കാലം കഴിയുമ്പോൾ നമ്മുടെ TVക്കും വാഷിംഗ് മെഷീനും അധികം ലൈഫ് കിട്ടാതെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ ഈ എർത്തിങ്ങിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.